പുലി എന്നാണോ ചോദിച്ചത്? അച്ഛൻ അതറിയണം അല്ലേ? ശരി പറയണം. വ്യഭിചാരം? അതെ, അച്ഛനോടായിരുന്നു സത്യം പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുന്നില്ല. മനുഷ്യന് ഒരിക്കലും വിശ്വസിക്കാത്ത സത്യം മാത്രമാണ്. വ്യഭിചാരം നിങ്ങളുടെ തൊഴിലാണെന്നോ? അതെ, അത് തന്നെ. എന്റെ അറിവ് ഇത്രയും സ്വതന്ത്രവും സത്യസന്ധവും ലാഭകരമായ മറ്റൊരു തൊഴിലില്ല. ഈ ബിസിനസ്സിൽ മുതലാളിയും തൊഴിലാളിയും ഫാക്ടറി മൂലധനവും എല്ലാം ഞാൻ തന്നെ. കഷ്ടം. എന്താ ഞാൻ വ്യസനിക്കുന്നു. എന്തിന്? നിങ്ങളിങ്ങനെ ആയതിന്. ആയതല്ലോ, ആക്കിയതല്ലോ. ആര്? ഒരാളല്ല, സമൂഹം. അച്ഛനെ പട്ടം കെട്ടിച്ചത് എന്റെ അരക്ക് കഴിച്ചത് ഒരേ സമൂഹമാണ്. കുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ എനിക്ക് ധർമ്മോപദേശം ചെയ്തത് എന്നെ തുടരിൽ തലോടിക്കൊണ്ടായിരുന്നു. എന്നെ സംഗീതം പഠിപ്പിച്ച ഗുരുനാഥൻ ചെവി വിന്യാസം ഉറപ്പിച്ചത് യൗവനം ഉരുട്ടുകൂടി തുടങ്ങി എന്റെ നെഞ്ചത്ത് താളമിട്ടുകൊണ്ടായിരുന്നു. മനസ്സമ്മത് വിളിച്ചുകൊള്ളു കഴിഞ്ഞ എന്റെ ആദ്യത്തെ മണമാണ് എന്നെ ബലാത്സംഗത്തിലേക്ക് കടന്നു കളയായിരുന്നു. ഇത് സത്യമാണ്. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആ വിളിച്ചുകൊണ്ട് മനസ്സമ്മത് പള്ളിയിൽ വെച്ചായിരുന്നു. മിശികാസപ്രേനെ മറത്തി തത്ത പുരുഷന്റെ മുന്നിൽ വെച്ചായിരുന്നു. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കിടപ്പാട് മക്കി എഴുതി വാങ്ങി 50,000 രൂപ പോക്കറ്റിട്ടുകൊണ്ട് ആ മണവാളൻ അവളുടെ ചാരിത്രം നടത്തുന്നത് ഒരു പുരുഷന്റെ നിലയിൽ വെച്ചായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. സത്യം പറയാനോ കേൾക്കാനോ കൊള്ളുന്നതല്ല. അച്ഛൻ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞത്. പിന്നെ സത്യസ്വരൂപനായ ദൈവത്തിന്റെ പ്രതിപുരുഷൻ സത്യം കേൾക്കാൻ എന്തിനു പഠിക്കുന്നു? ഈ ചെക്ക് ഞാൻ തിരിച്ചു തരികയാണ്. ഇടമറ്റ മകതി വന്നതിന് ഈ പണം വേണ്ട. എന്തുകൊണ്ട്? ഇത് പാപത്തിന്റെ പ്രതിഫലമായതുകൊണ്ട്. ഇന്നത്തെ ഇടവറ്റ പള്ളിയുടെ മധുബാഹം പുതുക്കപ്പെടുന്നത് എന്റെ പണം കൊണ്ടാണെന്ന് അച്ഛൻ അറിഞ്ഞൂടായില്ല. എന്നാൽ സത്യം അതാണ്. പിന്നെ അച്ഛൻ ഇതുവരെ പിരിച്ച പണമെല്ലാം പരിശുദ്ധമാണെന്നാണ് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. അല്ലായിരിക്കാൻ എന്നേ ഉള്ളൂ, തീർച്ചയില്ല. പക്ഷെ എനിക്ക് നല്ല നിശ്ചയമാണ്, വഞ്ചനയുടെ പ്രതിരൂപമാണ് പണം. ഉണ്ടാക്കാൻ പണം കിട്ടും. എന്നാലും എനിക്ക് ഈ ചെക്ക് വേണ്ട. ഈ ചെക്ക് മാറി ഞാനൊരു സ്വർണ്ണം കുറിച്ച് പണിതാലോ? അച്ഛൻ സ്വീകരിക്കും? ഇല്ല. അച്ഛൻ സ്വീകരിച്ചില്ലെങ്കിൽ പള്ളി സ്വീകരിക്കും. അറിഞ്ഞുകൊണ്ട് പള്ളി സ്വീകരിക്കില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിക്കും. അറിഞ്ഞില്ലെന്ന് കണ്ണടച്ചു കളയും. എന്നാലും എനിക്ക് ഈ പണം വേണ്ട. ആ തീരുമാനം ഉറപ്പിക്കുന്നതിന് മുൻപ് ആ നിലയിൽ തൂങ്ങുന്ന ചിത്രങ്ങളോട് ചോദിക്കും. ഒന്ന്, ചാർത്ത് വിട്ട് ജീവിച്ച മക്കളക്കാരി മറിയത്തിന്റെ. മറ്റൊന്ന് ചാർത്ത് രക്ഷിക്കാൻ വേണ്ടി മരിച്ച മരിയ ഗൊരോഗിയുടെ. രണ്ടു പുണ്യമതികളാണ്. അച്ഛൻ ചെക്ക് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ